പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓട്ടത്തെ തടയുവാൻ, യാത്രയ്ക്ക് തടസ്സമിടുവാൻ പലവിധ തന്ത്രങ്ങളുമായി പൈശാചിക മണ്ഡലം എഴുന്നേറ്റേക്കാം. പക്ഷേ അവിടെ ഒന്നും ഓട്ടത്തിൽ നിന്ന് പിന്മാറരുത്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ശ്രദ്ധിച്ചേ, ഓട്ടം തികച്ചു. തൻ്റെ വിശ്വാസ ജീവിതത്തിലെ ഓട്ടം തികയ്ക്കുവാൻ കഴിയാത്ത വൻ പ്രതികൂലങ്ങളുണ്ടായി. വാക്കുകൾ കൊണ്ടൊക്കെ താൻ ഒത്തിരി മുറിയപ്പെട്ടു, ശാരീരികമായി തകർക്കപ്പെട്ടു, മാനസികമായി ക്ഷീണിച്ചു. പക്ഷേ തന്നെ ഏൽപ്പിച്ച ആ ഓട്ടം താൻ കംപ്ലീറ്റ് ചെയ്തു. ഓട്ടത്തിൻ്റെ മധ്യത്തിൽ ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. എനിക്ക് വയ്യ, ഇനി മറ്റാരെങ്കിലും ചെയ്യട്ടെ, ഇനി എന്നെക്കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളത് ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയല്ലേ. മാത്രമല്ല, നാം ഒരാൾ പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ദൗത്യങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുമോ? ദൈവം നമ്മളെപ്പോലെ മറ്റെത്രയോ പേരെ എഴുന്നേൽപ്പിക്കാൻ ശക്തനാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൻ്റെ 1, 2, 3, 4 അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കണേ. അവിടെ നെഹമ്യാവ് മതിലുപണി ആരംഭിച്ചു. പെട്ടെന്ന് തൻ്റെ ആ പണിയെ തടയുവാൻ വാക്കുകൾ കൊണ്ട് ക്ഷീണിപ്പിക്കേണ്ടതിന് ചിലർ എഴുന്നേറ്റു. സൻബല്ലത്തും തോബിയാവും. അവർ പറയുകയാ, ഈ പണിയൊന്നും നടക്കത്തില്ല. ഇനി അഥവാ ഇവർ പണിതാൽ തന്നെ ഈ മതിലിന് വലിയ ബലമൊന്നുമില്ല, ഒരു കുറുക്കൻ ചാടിയാൽ ഈ മതിൽ തകർന്നു പോകും. നോക്കിക്കേ, വലിയ പണി നടക്കുകയാ. തന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള ഓട്ടത്തിലാണ് നെഹമ്യാവ്. എന്നാൽ അതിലേക്ക് സുഗമമായി പോകാതെ വണ്ണം ആ നെഹമ്യാവിനെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകളാണ് ചുറ്റുമുയരുന്നത്. നിന്ദയുടെ വാക്കുകൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, മാനസികമായി തകർക്കുന്ന വാക്കുകൾ. എന്നാൽ ഇതൊക്കെ കേട്ട് നെഹമ്യാവ് ക്ഷീണിച്ചോ? ഇല്ല. താൻ ഏറ്റെടുത്ത ദൗത്യം, അല്ല, തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം താൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ എന്തിനാ ഓടാനായിട്ട് ഇറങ്ങിത്തിരിച്ചേ? എന്താ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം? എന്ത് ദൗത്യം പൂർത്തീകരിക്കാനാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഓടുന്നത്? പ്രതികൂലങ്ങൾ വന്നേക്കാം, മാനസികമായി തകർക്കുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേട്ടേക്കാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഓട്ടത്തെ തടയരുത്. മാത്രമല്ല, ഈ ഓട്ടത്തിൽ നിന്ന് പിന്മാറാം. ഇനി എന്നെക്കൊണ്ട് ശുശ്രൂഷ സാധ്യമല്ല, ഇനിയും എന്നെക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല എന്നാരെങ്കിലും പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പിന്മാറരുത്. ഇത് നിങ്ങൾ പൂർത്തീകരിക്കണം. അതിനാവശ്യമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുക തന്നെ വേണം. മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഇതിൽ നിന്ന് പിന്മാറരുത്. കേട്ടോ? പറഞ്ഞത് കേട്ടോ? നിങ്ങളോടാ പരിശുദ്ധാത്മാവ് പേഴ്സണലി പറയുന്നത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾ, ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിപ്പാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ റേസ്, ഈ ഓട്ടം, അത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഒരഭിഷേകം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ കാലുകളുടെ വേഗത വർദ്ധിക്കട്ടെ. ഞങ്ങൾ അങ്ങയുടെ ആലോചനയ്ക്ക് ഒത്തവണ്ണം ചലിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു. ആരെങ്കിലും മാനസികമായി ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, അവരോട് അങ്ങ് ഇടപെടണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞങ്ങൾ പിന്മാറത്തില്ല. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറയ്ക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നോക്കിക്കേ, ഓട്ടം നിർത്തരുത്, ഇതിൽ നിന്ന് പിന്മാറരുത്. ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുവാൻ, ഓട്ടം തികയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം തരും. ബ്ലെസ് യു.